ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ബിസിനസ് ഐഡിയാസ് ആണ് ഗൈസ്. ആർക്കെങ്കിലൊക്കെ ഇത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്ന ഗൈസ്, ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടായിരിക്കും. നോക്കാം നമുക്ക്. അതായത് ജീവിതത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് യുണീക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ പലപ്പോഴും എന്താ വെച്ചാൽ ഒരുപാട് കാശ് മുടക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വലിയ സപ്പോർട്ട് കിട്ടണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ലൈഫിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം നമ്മുടെ ലൈഫിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു 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 സാധനത്തെക്കുറിച്ചാണ് കേസ്. ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് കേസ് ഇവിടെ പറയുന്നത്. കേട്ടോ. അപ്പോൾ ഇപ്പോൾ പലർക്കും ഒന്നും എന്നാൽ പിന്നെ ഈ ചങ്ങായിക്ക് ചെയ്ത് കൊടുക്കുന്നത്, എനിക്ക് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് ഇവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേസ്. അതായത് ചുക്ക് കാപ്പി ഉണ്ടല്ലോ, ചുക്ക് കാപ്പി. ഇപ്പോൾ ഇപ്പോഴത്തേത് എന്താ സാധനത്തിന് ഒരു മസ്ക ബണ്ണോ അങ്ങനെ ഒരു സാധനമില്ലേ, അത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഉണ്ട്, ക്ലിക്കായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാനൊക്കെ വാങ്ങാനൊക്കെ. അപ്പോൾ നല്ലൊരു ആംബിയൻസിൽ ഇത് വിൽക്കാൻ പറ്റുകയാണെങ്കിലേ, ഒരു പെട്ടിയോട്ട പോലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു കേസ്. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഒരു വണ്ടി ഉണ്ട് വിചാരിക്കുക, ആ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്താ വെച്ചാൽ നമ്മളൊരു ടേബിൾ പോലെ എന്തെങ്കിലും സാധനം ഇട്ടിട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ ഇത് വിൽക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഈ ചുക്ക് കാപ്പിയുടെ കാര്യം പറയാം, അതിക്ക് വരാം കേസ്. അതായത് ചുക്ക് കാപ്പിയുടെ അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ ആളുകൾ ഒരു അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടല്ലോ, ഡിസംബർ ജനുവരി ഫെബ്രുവരി ടൈമൊക്കെ, പിന്നെ വേനൽക്കാലമാവും. അപ്പോൾ ഞാനിവിടെ വേനൽക്കാലമായാലും ആയില്ലെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലും ഈ ചുക്ക് കാപ്പി നമ്മളിപ്പോൾ ഒരു 2 കെറ്റിൽ ചുക്ക് കാപ്പി, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ 1 കെറ്റിൽ ചുക്ക് കാപ്പി കൊണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയി വിചാരിക്കുക ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ നമ്മൾ ചുക്ക് കാപ്പി ഇങ്ങനെ വിൽക്കുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആളുകൾ രാത്രി സമയത്തൊക്കെ ഇത് വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവർക്ക്. പ്രത്യേകിച്ച് നമ്മളൊരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തൊക്കെയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൗണാണ് വിചാരിക്കുക, അല്ലെങ്കിൽ രാത്രി സമയത്ത് എന്താ പറയുക, ഒരു ഹോട്ടലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നടന്നിട്ട് ഒന്നും വേണ്ട, നമുക്കൊരു സ്കൂട്ടർ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സൈക്കിൾ ഉണ്ട് വിചാരിക്കുക, അതിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചുക്ക് കാപ്പിയെ പോകണ്ടായിരിക്കും. ഒരു 100 ഗ്ലാസ് ചുക്ക് കാപ്പി നമുക്ക് ഒരു രാത്രി കൊണ്ട് വിൽക്കാൻ പറ്റിയായിരിക്കുക. 100ക്കൊന്നും പോകണ്ട, ഒരു 50 ഗ്ലാസ് ചുക്ക് കാപ്പി നമുക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ 50 ഇൻറ്റു 10, ഒരു 10 ഉറുപ്പ്യ ചുക്ക് കാപ്പിയുടെ ഒരു ഇതിന് അത് വേണം, ഒരു 500 ഉറുപ്പ്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ ചിലവ് എത്രയും നോക്കുക. വെള്ളം വേണം, ചുക്ക് കാപ്പിപ്പൊടി വേണം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, കാപ്പിപ്പൊടി കുറച്ചിടുക, അത് അടിപൊളിയാവട്ടെ. അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തന്നെ ചുക്ക് കാപ്പിയുടെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ മുറുക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേസ്. ഈ മുറുക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് കേസ് എനിക്ക് തോന്നണത് കേട്ടോ. എനിക്ക് ഈ ചുക്ക് കാപ്പിയുടെ ഇതിൽ തന്നെ തോന്നണ വേറെ സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ കുരുമുളകിൻ്റെയും ഇങ്ങനെയുള്ള സ്പൈസസ് ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറാവും, ഉന്മേഷം കിട്ടും എന്നുള്ള സാധനമാണല്ലോ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ടായിരിക്കും കേസ്. ചുക്ക് കാപ്പിയൊന്നും അങ്ങനെ അത്ര ഇങ്ങോട്ട് ആളുകൾക്ക് കിട്ടുന്ന ഒരു സാധനമല്ല നമ്മൾ പബ്ലിക് സ്പേസിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പം അത് അടിപൊളിയായിരിക്കും തോന്നുന്നത് കേസ്. ചുക്ക് കാപ്പി പോലെ തന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പായസം ഉണ്ടല്ലോ, പായസം. ഇപ്പോൾ സേമിയ പായസം ചിലവർ കൂടുതലും പാലടയാണ് ആളുകൾ വിൽക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഒരു കെറ്റിലോ 2 കെറ്റിലോ ഒന്നും വേണ്ട, പരീക്ഷണാടിസ്ഥാനത്തിൽ 1 കെറ്റിൽ പാൽപ്പായസം വേണ്ട കേട്ടോ, വേണ്ടാന്നല്ല, അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടുതൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പോൾ പാലട ഒന്നും വേണ്ട, പാലടയൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരുപാട് പണിയുണ്ട്, അങ്ങനെ ലെവലാണെങ്കിൽ സേമിയ പായസം ഉണ്ടാക്കിയിട്ട്, പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, സേമിയ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ പരിപ്പ് ഉണ്ടാക്കി നോക്കി, പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ നിന്ന് വിറ്റ് നോക്കി, പരിപ്പ് പായസം, പരിപ്പോ ഗോതമ്പോ. അപ്പോൾ എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമുക്ക് തോന്നും അയ്യേ പാലടയൊക്കെ അല്ലേ ആളുകൾക്ക് ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ ഇത് ഈ പരിപ്പ് പായസം എന്ന് പറയുന്നത് അത്ര ആളുകൾ റോഡ് സൈഡിൽ നിന്ന് അങ്ങനെ വിൽക്കണില്ല. അപ്പോൾ പരിപ്പ് പായസത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരു ഗ്ലാസ്സിന് 25 ഉറുപ്പ്യ വെച്ചിട്ട് വിറ്റ് നോക്കി. അപ്പോൾ തുടക്കത്തിൽ ഒരു 20 ഉറുപ്പ്യ വെച്ച് വിറ്റ് നോക്കി ഒരു ഗ്ലാസ്. അപ്പോൾ അതെന്താ വെച്ചാൽ, ഒരു 50 ഗ്ലാസ് നമുക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ, 50 നല്ല പോകുള്ളൂ, ഏകദേശം ഒരു 50 ഗ്ലാസ് നമുക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ 50 ഇൻറ്റു 20 എത്ര, 50 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 അപ്പോൾ എത്രയും 1000 ഉറുപ്പ്യ നമുക്ക് കിട്ടും. ഇത് അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഈ എന്താ പറയുക, ഇത് സെയിലാവുന്നുണ്ടായിരിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, റോഡ് സൈഡിൽ നിന്ന് വിൽക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഈ പായസം വിൽക്കുമ്പോൾ വേറെ ഗുണം എന്താ വെച്ചാൽ, കുപ്പിവെള്ളമല്ലേ, കുപ്പിവെള്ളം നിങ്ങൾ റോഡ് സൈഡിൽ നിന്നിട്ട് കുപ്പിവെള്ളം കുറച്ച് മിനറൽ വാട്ടറിൻ്റെ കുപ്പി വാങ്ങിയിട്ട് അതുകൊണ്ട് സൈഡിൽ വെച്ച് നോക്കി, അപ്പോൾ പായസം കുടിച്ച ആളുകൾ ഒന്നും മട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഈ സാധനം കൂടി വാങ്ങും. എന്ത് ഇങ്ങനെയുള്ള വെള്ളമില്ലേ അതുകൂടി വാങ്ങും. അപ്പോൾ അതുകൂടി ആകുമ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും എന്നാണ് കേസ് എനിക്ക് തോന്നണത് കേട്ടോ. അതുപോലെ പുസ്തകങ്ങളില്ലേ, പഴയ പുസ്തകങ്ങൾ, ഇപ്പോൾ ഫ്രഷ് പുസ്തകങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. നമുക്ക് പഴയ പുസ്തകങ്ങൾ, ഈ വിൻറ്റേജ് ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള
പഴയ പുസ്തകങ്ങൾ നമ്മൾ ഓൾറെഡി വായിച്ചുള്ള പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ അവിടുന്ന് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നല്ല പുസ്തകങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി രസം നമുക്ക് തോന്നുന്ന കുറച്ച് പുസ്തകങ്ങൾ ഒരു പേഴ്സണൽ ടച്ചോട് കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവില്ലേ, അപ്പോൾ അവരടുത്ത് ഇങ്ങനെ പഴയ രീതിയിലുള്ള ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിൽക്കുക. ഇപ്പോൾ ഒരു ബുക്കിന് ഇപ്പോൾ ഒരു 100 റുപ്യാണ് ബുക്കിന് വില എന്ന് വിചാരിക്കുക, ഒറിജിനൽ ഫ്രഷ് ബുക്കിന്. ആ ബുക്കിന് നിങ്ങൾക്കൊരു ഒരു ഒരു 50 റുപ്യക്ക് ആ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി വിചാരിക്കുക. നിങ്ങളൊരു 10 റുപ്യ കൂട്ടിയിട്ട് വിൽക്കുക. ഓക്കെ, 10 20 റുപ്യ കൂട്ടി വിറ്റാലും കുഴപ്പമൊന്നുമില്ല, ആളുകളത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ പുസ്തകങ്ങളൊക്കെ നടന്ന് വിൽക്കുകയാണെങ്കിൽ, റോഡ് സൈഡിൽ നിന്ന് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചുകൂടി എനിക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് തോന്നുന്ന 2-3 ഐഡിയാസ് ഗൈസ്. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക ഗൈസ്. എനിക്കിതൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാത്തിനും കൂടി ഇത് സമയം കണ്ടെത്താൻ പറ്റണില്ല, അതാണ് കാര്യം. പിന്നെ ഇത് മൊത്തത്തിലുള്ള ഒരു ഓട്ടമല്ലേ ലൈഫിൽ, അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊക്കെ ഒരു സാധനമുണ്ട്. ഞാനിതൊരു ക്രാഫ്റ്റിൻ്റെ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും സ്റ്റോളുകളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് ഗൈസ്. എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റേ ബയോ അവിടെ ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നോക്കി നോക്കാം കേട്ടോ. അവിടെ ഒരു വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറിൽ നോക്കി എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, എന്താ സംഭവം എന്നൊക്കെ. ഇത് ബിസിനസ് വാട്സപ്പാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ എനിക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കും ഷെയർ ചെയ്ത് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഗൈസ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക ഗൈസ്. അപ്പോൾ സോറി.